ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ പേന ഉണ്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ഉണ്ടോ ഒക്കെ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് പെട്ടെന്ന് പോവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബോഡി സ്പ്രേ ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. നോർമലി നമ്മൾ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി സ്പ്രേ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ബോഡി സ്പ്രേ അടിച്ചു കൊടുത്താൽ തന്നെ ആ ഒരു മഷി എല്ലാം തന്നെ ഇളകി വരുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്കെച്ച് ആണെന്നുണ്ടെങ്കിലും സ്കെച്ച് പെന്നും ഉണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കയ്യിലും അവിടെ ഇവിടെയൊക്കെ പേനയിൽ മഷിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെറുതായിട്ട് എണ്ണ എന്തെങ്കിലും തട്ടിപ്പോവുക, അങ്ങനെ എണ്ണയാവുക, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൽ ഒക്കെ നമുക്ക് എണ്ണയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റണത്, നമ്മളിപ്പോൾ തുണിയൊന്നും കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അലക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ഒരു സൈഡിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ കുറച്ച് പൊടി ഉപ്പത്തിരി നല്ലോണം ഇട്ട് കൊടുക്കുക. അതായത് ഈ ഒരു ഇത് ശരിക്കും ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ളവിടെ ഫുള്ളായി തന്നെ നമ്മൾ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അയൺ ബോക്സ് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ആ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു കുറച്ച് സമയം ഒന്ന് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സിലുള്ള എണ്ണമയം ഫുള്ളായി തന്നെ ക്ലീനായി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ നമ്മൾ തലയിലൊക്കെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഹെയർ ഓയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ. എടുത്തിട്ട് ഇതുപോലെ ആ ഉപ്പിൻ്റെ ഇത് നമ്മളിങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്കിത് കണ്ടില്ലേ, ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു എണ്ണയുടെ ആ ഒരു അംശം തീരെ ഇല്ല കേട്ടോ. ഫുള്ളായി തന്നെ പോയി, നമ്മുടെ കയ്യിലും ഒരല്പം പോലും എണ്ണയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര പുതിയ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് അതിലുള്ള ഉപ്പ് മുഴുവനായിട്ട് അതായത് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മളിതിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉപ്പ് നമ്മൾ വെറുതെ പുറത്തേക്ക് കളയാതെ നമ്മളതിനെ നമ്മുടെ സിങ്കിനകത്തേക്ക് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. സിങ്കിനകത്ത് വല്ല ചെറിയ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും നമുക്ക് നല്ലതാണ്. അപ്പോൾ സിങ്ക് നമുക്ക് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അതിനകത്തുള്ള ആ ഒരു ബാക്ടീരിയ പോലെയുള്ളതെല്ലാം പോവാനും ഒക്കെ ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ വേസ്റ്റ് ആവുന്ന ഉപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉപ്പ് എന്തെങ്കിലുമൊക്കെ താഴെ പോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇട്ട് കൊടുത്ത ആ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിനകം അടിക്കുന്ന ചൂലുണ്ടല്ലോ, ചൂലിലേക്ക് നമുക്ക് ഈ ഒരു മഞ്ഞളും പൗഡറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ വീട്ടിനകമൊക്കെ അടിച്ച് വാരി കഴിയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ തട്ടിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ മിക്കവാറും നമ്മൾ അടിച്ച് വാരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സിങ്കിൻ്റെ അവിടെ നിന്നും ഒക്കെ വെള്ളം തെറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൈ കുടഞ്ഞിട്ടൊക്കെ വെള്ളമൊക്കെ തെറിച്ചിട്ടൊക്കെ അടുക്കളയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചൂലിൽ നനവുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ നമ്മളത് ശരിക്കും വെയിലത്ത് വെച്ചൊക്കെ ഉണക്കണം കേട്ടോ. അല്ലെങ്കിൽ പിറ്റേന്ന് എടുക്കുമ്പോൾ ചൂലിന് വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വീട്ടിനകമൊക്കെ അടിച്ച് വരുമ്പോൾ ശരിക്കും ഒരു വൃത്തിയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ചൂലിൽ ഇതുപോലെ ഇത്തിരി പൗഡറും ഈ ഒരു മഞ്ഞളും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പൊടി
നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നനവുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇട്ടത് ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് തട്ടിക്കുടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നനവ് ഫുള്ളായി തന്നെ പോവാനും, അപ്പോൾ ഈ അഥവാ നനവ് അവിടെ നിന്നിട്ട് അതിനകത്ത് വല്ല ചെറിയ പ്രാണികളും ഒക്കെ വന്നിരിക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പൗഡറും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ളത് കാരണം അതിലുള്ള പൊടി, അതായത് പ്രാണികളൊന്നും വരില്ല. പിന്നെ പൗഡർ ഇട്ടിരിക്കണമെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ ആ നനവ് ഫുള്ളായി തന്നെ പോവാനും നമുക്ക് ഹെൽപ്പാക്കും. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു പൊടി നമുക്ക് കിച്ചണിലൊക്കെ ഇപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് ചെറിയ നനവൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ വർക്ക് ഏരിയ ആണ് കേട്ടോ. വർക്ക് ഏരിയയിൽ ചെറിയ നനവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ വൈകുന്നേരം നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കുമല്ലോ, അടിച്ച് വാരുമല്ലോ. ആ സമയത്ത് നമ്മൾ കിച്ചണിലും അതുപോലെ തന്നെ വർക്ക് ഏരിയയിലൊക്കെ ഈ ഒരു പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എല്ലായിടത്തും ഈ പൊടി ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ലപോലെ തന്നെ തുടച്ച പോലെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ഒരു പൗഡറൊക്കെ ഉള്ളത് കാരണം നല്ലൊരു ഒരു ക്ലീനായ രീതിയിൽ നമുക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ എല്ലായിടത്തും ഈ ഒരു പൊടി ആക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് വരുന്ന ഒരു ഉറുമ്പ് ശല്യങ്ങൾ, അതുപോലെ പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. നല്ലോണം ഉറുമ്പുള്ള അവിടെ നമുക്ക് ഉറുമ്പ് പൊടിയോ അല്ലെങ്കിൽ ലക്ഷ്മണ രേഖയൊക്കെ വരയ്ക്കാൻ ചിലപ്പോൾ സാധിക്കില്ല, കുട്ടികളുള്ള അവിടെയാണെന്നുണ്ടെങ്കിൽ. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പൊടി നമ്മൾ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറുമ്പ് ആ പരിസരത്തേ ഉണ്ടാവില്ല കേട്ടോ. നമുക്കതിന് മഞ്ഞൾപ്പൊടി വേണമെന്നില്ല, വെറും മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ തന്നെ ഏത് തരം ഉറുമ്പുകളാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൊക്കോളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് വൈകുന്നേരത്ത് നമ്മൾ വീട്ടിനകമൊക്കെ ഒന്ന് അടിച്ചു വിടുന്ന സമയത്ത് ഈ കിച്ചണിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതിന് മുഴുവനായി അടിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഞാനിത് വർക്ക് ഏരിയയിലാണ്. അപ്പോൾ വർക്ക് ഏരിയയിൽ പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഈ പൊടിനെ നമ്മൾ ജസ്റ്റ് തട്ടിക്കൊടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് വരുന്ന ഉറുമ്പാണെങ്കിലും പാറ്റയാണെങ്കിലും ആ ശല്യം വരെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ആക്കിയിട്ട് ആ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പും പാറ്റയും ഒന്നും തന്നെ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 4-5 ഇതുണ്ട് ഈ ഒരു അളവിൽ, വലുതാണെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി മതി. ഇതിപ്പോൾ കുറച്ച് ചെറുതായത് കാരണം ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സവോളയും എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വറ്റൽ മുളകാണ്. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽ മുളകും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പിടി അളവിൽ ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വാളൻ പുളി ഉണ്ടല്ലോ, അത് ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തെടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കുറച്ചെടുത്ത് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമ്മളിതിനെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളതിനെ നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പൊരികടലയാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൈപ്പിടി അളവിൽ നമ്മളൊരു പിടിയോളം തന്നെ പൊരികടല കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊരികടല ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതില്ല, നിലക്കടലയോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. നമ്മുടെ ഈ ഒരു ചമ്മന്തി നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം, നമ്മളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ ജസ്റ്റ് ക്രഷ് ചെയ്ത് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. നമുക്കിത് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ആപ്പത്തിന്, ചോറിന് വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ നമ്മൾ ഈ ഒരു ചമ്മന്തിയൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.